ആറന്മുളയിലേക്ക് പോവുകയാണ്. രജീഷിലേക്കാണ്. രജീഷ്, അവിടെ എന്താണ് സംഭവിക്കുന്നത്? ജിൻസി, ഇപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഡയാലിസിസ് പേഷ്യന്റിലും മറ്റു രോഗികളും ഒക്കെ തന്നെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ദൗത്യമാണ് ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഫയർഫോഴ്സിന്റെ ബോട്ടിൽ അങ്ങോട്ട് പോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിൽ വെള്ളം ഇവിടെ കയറി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ മറ്റു രീതിയിൽ പുറത്തേക്ക് എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന്റെ ബോട്ടിൽ അവിടേക്ക് ആളുകളെ എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന ദൗത്യത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടക്കുന്നത്. സർ, എത്ര പേരാണ് അവിടെ ഉള്ളത്? അവിടെ ഒരു ഡയാലിസിസ് പേഷ്യൻ്റ്, ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട്. അവർ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏത് ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്ന? കറക്റ്റ് എടശ്ശേരി. സാറേ, എടശ്ശേരി മലയാണ്. ഇന്നലെ ഞങ്ങൾ ഒരു പാമ്പ് കടിയേറ്റ ഒരാളെ ഇന്നലെ രാത്രി 1 മണിയോടുകൂടി ആംബുലൻസിൽ ഇവിടെ എത്തിച്ചായിരുന്നു. അവിടെ വലിയ രീതിയിൽ വെള്ളം കയറി. മേഖലയിൽ ഒരുപാട് വെള്ളമുണ്ട്. വീടുകളിൽ ആൾക്കാരുണ്ട് നിലവിൽ. പിന്നെ പോകുന്ന വഴിയിലെല്ലാം പാമ്പുകളുടെ ഒരുപാട് പാമ്പുകൾ നമ്മൾ കാണുകയുണ്ടായി. അപ്പം അത് ആൾക്കാർക്ക് ഭീഷണിയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ചേട്ടൻ ഇവിടുത്തെ ആളാണോ? ബ്ലോക്ക് മെമ്പർ. അപ്പം എങ്ങനെയാണ് അപ്പുറത്തെ ഒരു സാഹചര്യമൊക്കെ? 3-4 ദിവസമായിട്ട് ആൾക്കാർ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇതുപോലെ ഡയാലിസിസ് പേഷ്യൻറ്റും പിന്നെ അതുപോലെ ഈ ഗൾഫിൽ പോകേണ്ടവരൊക്കെ അവിടെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഇതുപോലെ റെസ്ക്യൂ ബോട്ടിൽ അവരെ തിരിച്ചെത്തിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പാമ്പ് കടി ഏറ്റൊരു കോൾ വന്നിരുന്നു. ഈ ടീം തന്നെയാണ് അത് അറ്റൻഡ് ചെയ്ത് അവരെ എത്തിച്ചത്. അവിടെ താമസിക്കുന്ന ഭക്ഷണവും മറ്റു സാധനങ്ങളൊക്കെ എത്തിക്കാനുള്ള സൗകര്യം ഇന്ന് ഇന്നലെ വരെ ക്യാമ്പിലോട്ടാണ് ഭക്ഷണങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് സന്നദ്ധ സേവന സംഘടനകളൊക്കെ ഭക്ഷണവും കാര്യങ്ങളായിട്ട് എത്തിക്കുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അവിടെ ആൾക്കാർ കുറെ പേര് താമസിക്കുന്നുണ്ട് അവിടെ. പിന്നെ ഒരു വാർഡിന്റെ പകുതിയോളം ആളുകൾ ഈ ഭാഗത്ത് താമസിക്കുന്നുണ്ട്. അതുപോലെ ഇതൊരു മേഖല മാത്രമാണ്. പിന്നെ അപ്പുറത്ത് തുരുത്തിമല എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. പിന്നെ മാലക്കര പല സാധനങ്ങളും ഇതുപോലെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന, പുറത്തോട്ട് ബന്ധപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ആളുകൾ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ. അപ്പം അവർക്ക് മറ്റ് അവശ്യ സാധനങ്ങളൊക്കെ എത്തിക്കാനുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചവരാണല്ലേ? അവർ നമ്മളെ വിളിക്കുന്നതിനനുസരിച്ച് നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അടിയന്തരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റെസ്ക്യൂ വേണ്ടവർക്കും ഹോസ്പിറ്റൽ കേസുകളായിട്ടുള്ള ആൾക്കാരെ പുറത്തെത്തിക്കൊണ്ടേ നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിൽസി അവർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു വലിയ രീതിയിൽ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പരമാവധി പുറത്തേക്ക് എത്തിക്കാൻ മെഡിക്കൽ സൗകര്യം ആവശ്യമുള്ളവരൊക്കെ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കിടപ്പ് രോഗികളും അത്യാവശ്യ ചികിത്സ വേണ്ടവരും പെട്ടെന്നുണ്ടാകുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ പെടുന്ന ആളുകളെയും ഒക്കെ ഈ വെള്ളക്കെട്ടൊക്കെ മറികടന്നെത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളും അതിന്റെ വാർത്തയുമാണ് രജീഷ് നൽകിയതിന്.